2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ ഘട്ടം നഗരഭരണ ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ്. കേന്ദ്ര സർക്കാരിന്റെ നഗര കേന്ദ്രീകരണ പദ്ധതികളുടെ പരമാവധി പ്രയോജനം ഈ നഗരത്തിൽ ലഭ്യമാക്കുക എന്നത് ഈ ഭരണസമിതിയുടെ പ്രതിജ്ഞയാണ്. അർഹരായവർക്ക് 101 വാർഡുകളിലും വീടുകൾ നൽകുവാൻ ഈ ഭരണസമിതി തീരുമാനമെടുക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും മരാമത്ത് ജോലികൾ ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കുന്നതിലും ബോധപൂർവമായ വീഴ്ച വരുത്തുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് അവതരണം നടക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം BJP നേതൃത്വം പറഞ്ഞത്. അതായത് വളരെ വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ്. എന്തായാലും നിലവിലിപ്പോൾ നഗരസഭയിൽ ബഡ്ജറ്റ് അവതരണം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ബഡ്ജറ്റ് 2026-27 മേയറുടെ ആമുഖ പ്രസംഗം. പ്രിയപ്പെട്ടവരെ, അഭിമാനാർഹമായ ചരിത്രവും മഹത്തായ പാരമ്പര്യവും പേർന്ന തിരുവനന്തപുരം നഗരഭരണത്തിന് നേതൃത്വം നൽകാൻ വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന NDA നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തതിൽ തിരുവനന്തപുരം ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു. 2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ ഘട്ടം നഗരഭരണ ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിൽ ഇത് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, ഭരണത്തിന്റെ മൂല്യങ്ങളും ദിശാബോധവും മുൻഗണനയും ഉത്തരവാദിത്ത ബോധവും വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. ജനങ്ങൾ നൽകിയ വിശ്വാസം ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാന കടമ. അതിൽ ഉറച്ചുനിന്നും ആ ബോധം ഉൾക്കൊണ്ടുമാണ് ഈ ബഡ്ജറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യം വികസിത ഭാരത് 2047 എന്ന ദീർഘദർശനത്തോടെ മുന്നേറുന്ന ഈ ഘട്ടത്തിൽ നഗരങ്ങളുടെ പങ്ക് നിർണായകമാണ്. നഗരവികസനം ദേശീയ പുരോഗതിയുടെ അടിത്തറയാണ്. കഴിഞ്ഞ 12 വർഷമായി വിജയകരമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിൽ നിന്നും പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ ഭരണസമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നഗര കേന്ദ്രീകരണ പദ്ധതികളുടെ പരമാവധി പ്രയോജനം ഈ നഗരത്തിന് ലഭ്യമാക്കുക എന്നത് ഈ ഭരണസമിതിയുടെ പ്രതിജ്ഞയാണ്. നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചും വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും നാടിന്റെയും ജനതയുടെയും പുരോഗതിക്ക് നേതൃത്വം നൽകുകയാണ് ഈ ഭരണസമിതിയുടെ കർത്തവ്യങ്ങൾ. വിവിധ കാലഘട്ടങ്ങളിൽ കോർപ്പറേഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതുമായ പ്രധാന പദ്ധതികളായ സ്മാർട്ട് സിറ്റി മിഷൻ, അമൃത് 1.0, NULM, PMAY, അമൃത് 2.0, സ്വച്ഛ ഭാരത് മിഷൻ, ദീനദയാൽ അന്ത്യോദയ യോജന എന്നിവയുടെ എല്ലാം പ്രയോജനം നഗരത്തിലെ ഓരോ വാർഡിലും എത്തിക്കുന്നതിന് ഏകോപിത ശ്രമമാണ് ഈ ഭരണസമിതി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാറിയ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചൊരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുക എന്നത് ഞങ്ങൾ മുന്നിൽ കാണുന്നു. തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ പ്രാദേശിക ആവശ്യങ്ങൾ കണക്കിലെടുക്കുന്ന ഒരു ഭരണമാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ വികസനത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന തരത്തിലാകണം നമ്മുടെ പ്രവർത്തനം. നഗരത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനായി വരുമാന വർധനവിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും കോർപ്പറേഷൻ ആസ്തികളുടെ ഫലപ്രദമായ വിനിയോഗം, നികുതി പിരിവിൽ ഉള്ള കാര്യക്ഷമത, ശാസ്ത്രീയ അക്കൗണ്ടിംഗ് സംവിധാനം, അനാവശ്യ ചെലവുകളുടെ നിയന്ത്രണം എന്നിവ നടപ്പിലാക്കാനും കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നു. വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിലൂടെ ചെലവിൽ വികസനം എന്നതിൽ നിന്ന് ഫലത്തിൽ വികസനം എന്ന ദിശയിലേക്ക് നീങ്ങുകയാണ് ഈ ഭരണസമിതിയുടെ ഉദ്ദേശം. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന പ്രദേശം നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലാണ്. സംസ്ഥാന തലത്തിൽ മാത്രമല്ല, ദേശീയ അന്തർദേശീയ ശ്രദ്ധാകേന്ദ്രമാണ് വിഴിഞ്ഞം. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും വിക്രം സാരാഭായ് സ്പേസ് സെന്ററും ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് സമാനതകളില്ലാത്ത സാധ്യതകളാണ് തുറന്നിടുന്നത്. മഹാരാഷ്ട്രയുടെ സാമ്പത്തിക വളർച്ചയിലും തൊഴിൽ സാധ്യതകളിലും മുംബൈ തുറമുഖത്തിന് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാകുവാൻ വിഴിഞ്ഞത്തിന് സാധിക്കും. തുറമുഖം ഉൾപ്പെടുന്ന കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് വിഴിഞ്ഞത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും നഗരത്തിന്റെ സമഗ്ര വികസന സാധ്യതകൾ പഠിച്ച് ലോജിസ്റ്റിക് ഹബ്ബുകൾ, സേവന മേഖലകൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിലും കോർപ്പറേഷൻ മുൻകൈയെടുക്കും. തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലും തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കും. ആരോഗ്യമേഖലയിൽ നിരവധി ഗവേഷണ കേന്ദ്രങ്ങളുടെയും ആധുനിക ചികിത്സാ കേന്ദ്രങ്ങളുടെയും ആസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലോടെ മെഡിക്കൽ ടൂറിസം വർദ്ധിപ്പിച്ചാൽ ആരോഗ്യ മേഖലയിൽ ലോകത്ത് തന്നെ മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ സാധിക്കും.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്താണ് ഇക്കാര്യം നടപ്പിലാക്കേണ്ടത് എങ്കിലും ഈ സാമ്പത്തിക വർഷം മുതൽ ഇത്തരം ചർച്ചകളും കൂടിയാലോചനകളും നാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കും. പച്ചക്കറി മാർക്കറ്റിലും വഴിയോര കച്ചവടക്കാരുടെ ഇടയിലും എങ്ങനെയാണ് പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ ഉപയോഗിക്കുന്നത്, അവിടെ നെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ചോദ്യമുയർത്തിയ പ്രതിപക്ഷത്തിന് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് മറുപടി. IT മേഖലയുടെ സാധ്യതകളാണ് ഇനിയുള്ള കാലം. അതിൽ തിരുവനന്തപുരത്തിന് ഒരുപാട് മുന്നേറാൻ കഴിയും. IT വളർച്ചയിൽ ഹൈദരാബാദിനും ബാംഗ്ലൂരിനും മുന്നിലെത്താൻ തിരുവനന്തപുരത്തിന് കഴിയും. അതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുവാൻ നമ്മുടെ നഗരസഭ മുൻകൈയെടുക്കും. ലോകപ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളുടെ കേന്ദ്രമാണ് തിരുവനന്തപുരം. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുന്നതിനും നാടിന്റെ അടിത്തറയും ദേശീയ ബോധവും വളർത്തുന്നതിനും ഒപ്പം സമ്പദ്ഘടന വികസിപ്പിക്കുന്നതിനും തിരുവനന്തപുരം കേന്ദ്രമാക്കി സാംസ്കാരിക ടൂറിസം വളർത്തുന്നതിനും ആവശ്യമായ നടപടികൾ കോർപ്പറേഷൻ സ്വീകരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രവും ഭീമാപള്ളിയും വെട്ടുകാടിയും പള്ളിയും ഒക്കെ തന്നെ നമ്മുടെ നാടിന്റെ മാതൃകകളാണ്. വരും തലമുറയെ ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കാൻ ഉൾപ്പെടെ സാംസ്കാരിക ടൂറിസത്തിലൂടെ നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്തിലൂടെ രാജ്യത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾ അതാത് പ്രദേശത്തെ പ്രാധാന്യമർഹിക്കുന്ന കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ നിർമ്മിച്ച് ഗ്രാമീണ വികസനത്തിൽ പങ്കാളിയാകുന്നതും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതുമായ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഭാരതത്തിന്റെ അഭിമാനമാണ്. ഒപ്പം ഗുജറാത്തിന്റെ സമ്പദ്ഘടനയിലും പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിൽ സാധ്യതയിലും വലിയ ചലനം സൃഷ്ടിക്കുവാൻ ആ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് നേടാൻ കോർപ്പറേഷൻ മുൻകൈയെടുക്കും. വാർഡ് തലത്തിൽ തൊഴിൽ രഹിതരായ വീട്ടമ്മമാരെ സംഘടിപ്പിച്ച് സ്വയം തൊഴിൽ പരിശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിൽ എത്തിക്കുവാനും കോർപ്പറേഷനിൽ താമസിക്കുന്ന സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നതുമായ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ സിവിൽ സർവീസ് കോച്ചിംഗ് ഉൾപ്പെടെ ആരംഭിക്കുന്നതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേക പരിഗണന അർഹിക്കുന്നു. തലസ്ഥാന നഗരമായതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും വ്യവസായ രംഗങ്ങളിലുമൊക്കെ തന്നെ അനുഭവ സമ്പത്തുള്ള നിരവധി പേർ കോർപ്പറേഷൻ ഭരണത്തിന് സഹായകരമായ നിർദ്ദേശങ്ങളുമായി ഇതിനോടകം തയ്യാറായിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും ചേർന്ന് തീരുമാനമെടുക്കുന്നതിന് ഒപ്പം വിവിധ മേഖലകളിൽ അനുഭവ സമ്പത്തുള്ളവരെ കൂടി മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോയാൽ കൂടുതൽ ഭരണ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഇത്തരത്തിലൊരു നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സാധ്യതകളും നേടാൻ ഈ ഭരണസമിതി തയ്യാറാകും. നൂറുകണക്കിന് കുളങ്ങളും പാർക്കുകളും നമ്മുടെ നഗരസഭയ്ക്കകത്ത് നിലവിലുണ്ട്. ഇവയെ എങ്ങനെ നാടിന് പൂർണ്ണമായും പ്രയോജനകരമാക്കാം എന്നതിനെക്കുറിച്ചും ഇവയുടെ നവീകരണത്തിന് ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ പാഴാകുന്നത് എങ്ങനെ തടയാം എന്നത് സൂക്ഷ്മ വിലയിരുത്തലിന് വിധേയമാകണം. ലഹരി മാഫിയ ഉൾപ്പെടെയുള്ളവ നമ്മുടെ നഗരത്തിൽ പിടിമുറുക്കുന്നത് തടയുവാൻ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ ഇടപെടലുകൾ നടത്തണം. വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം കോർപ്പറേഷനിലെ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. 40 വർഷമായി നമ്മുടെ മുന്നിലുള്ള മാലിന്യ പ്രശ്നത്തിന് വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചുവെങ്കിലും ഇന്നും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. വൻ തുക മുടക്കി നടപ്പിലാക്കിയ ഉറവിട മാലിന്യ പദ്ധതിയുടെ നിലവിലുള്ള അവസ്ഥ പരിശോധിക്കണം. മാലിന്യ സംസ്കരണത്തിന് നിലവിലുള്ളതിൽ നിലനിർത്തുവാൻ സാധിക്കുന്നവ അതേപടി നിലനിർത്തുന്നതിനൊപ്പം പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വിജയകരമായി നടക്കുന്ന വാരണാസി, ഗോവ, ഇൻഡോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം നിയന്ത്രണ വിധേയമാക്കാതെ നാടിന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. തെരുവുനായ ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോർപ്പറേഷന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ശാസ്ത്രീയമായി വന്ധീകരണം നടത്തിയും സുപ്രീം കോടതിയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഷെൽട്ടറുകൾ നിർമ്മിച്ചും തെരുവുനായ പുനരധിവാസം നടത്തിയും നമുക്ക് പ്രശ്നപരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇതിനു മുന്നോടിയായി തിരുവനന്തപുരം പട്ടണത്തിലെ വിവിധ കോളേജുകൾ, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും പിടിച്ച 50 നായകളെ പൂവാറിലെ NGO നടത്തുന്ന ഷെൽട്ടറിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർപ്പിച്ചു വരുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പും NGOകളുമായി ചേർന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ ഷെൽട്ടറുകൾ നിർമ്മിച്ച് തെരുവു നായകളെ പാർപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. വാർഡുകൾ തോറും തെരുവു നായകൾ അലഞ്ഞു തിരിയുമ്പോൾ ജനങ്ങളും ജനപ്രതിനിധികളും പ്രതിസന്ധിയിലാകരുത്. എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും നേരിട്ട് നിലവിലുള്ള നിയമങ്ങൾക്കകത്തു നിന്ന് തിരുവനന്തപുരത്തെ തെരുവുനായ പ്രശ്നത്തിന് ഈ ഭരണസമിതി പരിഹാരം കണ്ടെത്തും. മഴ സമയത്ത് നമ്മുടെ നഗരത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും തലസ്ഥാന നഗരിയെ പ്രതിസന്ധിയിലാക്കാറുണ്ട്.
മഴക്കാലത്തുണ്ടാകുന്ന അധിക വെള്ളം ഒഴുകിപ്പോകുവാൻ തരത്തിൽ നദികൾ നേരത്തെ തന്നെ ശുദ്ധീകരിക്കുകയും സുഗമമായ ഒഴുക്കിനായിട്ട് നടപടികൾ സ്വീകരിക്കുകയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മറ്റു തടസ്സങ്ങൾ നീക്കുകയും വേണം. മാൻഹോളുകൾ ഇടയ്ക്കിടയ്ക്ക് തകരാറിലാകുന്നത് അവസാനിപ്പിക്കുവാനും കഴിയണം. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ജലവിതരണ വകുപ്പുമായി നിരന്തര ചർച്ചകൾ നടക്കുന്നുവെങ്കിലും നാളിതുവരെ പരിഹാരമാകാത്തത് ആശങ്കാജനകമാണ്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ജലവിതരണ വകുപ്പിൽ ഇടപെട്ട് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് കോർപ്പറേഷൻ ഭരണസമിതിക്ക് പരിമിതിയുണ്ട്. നഗരത്തിലെ ശുചിമുറിവുകളുടെ കുറവ് ഏറ്റവും വലിയ ജനകീയ പ്രശ്നങ്ങളിലൊന്നായി നിലനിൽക്കുന്നതിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്താൻ ഈ ഭരണസമിതി പരിശ്രമിക്കും. ഈ ഭരണസമിതിക്ക് മുന്നിൽ എത്തുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരുമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതാണ് പ്രസ്തുത പ്രതിസന്ധിക്ക് കാരണം. ആത്യന്തികമായി ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ്. ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കാൻ സാധ്യമാകുന്ന തരത്തിൽ പ്രശ്നം പരിഹരിച്ച് അർഹരായവർക്ക് 101 വാർഡുകളിലും വീടുകൾ നൽകുവാൻ ഈ ഭരണസമിതി തീരുമാനമെടുക്കുന്നു. അതിന് ആവശ്യമായ CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിൻ്റെ സമ്പത്ത്. ആരോഗ്യവുമുള്ള ശരീരവും മനസ്സുമുള്ള ജനതയ്ക്ക് മാത്രമേ ശക്തമായ ഒരു രാജ്യത്തെ വാർത്തെടുക്കുവാൻ സാധിക്കൂ. ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ദിനം മുതൽ രാജ്യത്തെ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വിവിധ പദ്ധതികളുമായി മുന്നേറുകയാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ HLLുമായി ചേർന്ന് മെഡിക്കൽ സ്റ്റോറുകൾ, ലാബുകൾ, സ്കാനിംഗ് സെന്ററുകൾ എന്നിവ തുടങ്ങുന്നതിലൂടെ 40 മുതൽ 50% വരെ നിരക്ക് കുറച്ച ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കും. തിരുവനന്തപുരം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും വില കുറച്ച് മരുന്നുകൾ നൽകുന്നതുൾപ്പെടെയുള്ള ഇത്തരം പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ജനകീയ ഇടപെടലുകളുമായി വലിയ സ്വപ്നങ്ങൾ മുൻനിർത്തിയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഭരണസമിതി മാത്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരാണ് ഈ കോർപ്പറേഷനെ ചലനാത്മകമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ ചേർത്തു നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുന്നത് ജീവനക്കാരുടെ ഇടപെടലിലൂടെയാണ്. ഏതൊരു പൗരനും സൗഹാർദ്ദത്തോടെ സമീപിക്കാവുന്ന തരത്തിലാകണം നമ്മുടെ ജീവനക്കാരുടെ ഇടപെടൽ. ജീവനക്കാരുടെ ആശയ പ്രചരണത്തിനും സംഘടനാ പ്രവർത്തനത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തന്നെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത പൂർണ്ണമായും പാലിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും മരാമത്ത് ജോലികൾ ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കുന്നതിലും ബോധപൂർവമായ വീഴ്ച വരുത്തുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. നമ്മുടെ രംഗത്തെ കാർന്നു നിൽക്കുന്ന ക്യാൻസറാണ് അഴിമതി. സാധാരണക്കാരന്റെ ദൈനംദിനാവശ്യങ്ങൾക്ക് സമീപിക്കുന്ന ഈ സ്ഥാപനത്തിൽ യാതൊരു തരത്തിലും അഴിമതി വച്ച് പൊറുപ്പിക്കുവാൻ ഈ ഭരണസമിതി കൂട്ടുനിൽക്കുക മാത്രമല്ല, അഴിമതിക്കാരെ അഴിക്കുള്ളിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ പോകുന്ന മരാമത്ത് ജോലികൾ അടുത്ത വർഷം മാർച്ച് വരെ നീട്ടിക്കൊണ്ടു പോകുന്ന കോൺട്രാക്ടർമാരാണ് ഈ നാടിന്റെ വികസനം മുടക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചില കോൺട്രാക്ടർമാരെയും അത്തരം കാര്യങ്ങൾക്ക് കുടപിടിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരെയും നിലയ്ക്കു നിർത്തുവാൻ ഈ ഭരണസമിതി മുൻകൈയെടുക്കും. വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് ക്വാളിറ്റി ടെസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്താനും വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നു. ജനപങ്കാളിത്ത ഭരണ സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ വാർഡിനും സമാന പരിഗണന നൽകിക്കൊണ്ട് ഇത്തവണ വികസന ചർച്ചകൾ, ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം, സാമൂഹിക ഓഡിറ്റിംഗ്, നിരന്തരമായ അവലോകനം എന്നിവ നടത്തി ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി സുതാര്യവും ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിക്കും. 2026-27 ബഡ്ജറ്റ് നഗരത്തിന്റെ സാമ്പത്തിക ക്രമീകരണത്തിനും ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും സമൃദ്ധവുമായ തിരുവനന്തപുരം നഗരം സൃഷ്ടിക്കുന്നതിനുമുള്ള സമഗ്ര ദിശാബോധമാണ്. പ്രാദേശിക സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെ മികച്ച വികസന സംസ്കാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. ഈ ബഡ്ജറ്റ് ഒരു വർഷത്തേക്കുള്ള പദ്ധതി മാത്രമല്ല, ഒരു ദിശാബോധമാണ്, ഒരു പ്രതിജ്ഞയും ഒരു ഉത്തരവാദിത്ത പ്രഖ്യാപനവുമാണ്. നമ്മുടെ പുരാതന നഗരത്തെ ആധുനികവും സുസ്ഥിരവുമായ തൊഴിൽ സമൃദ്ധിയും പരിസ്ഥിതി സൗഹൃദവുമായ നഗരമാക്കി മാറ്റാനുള്ള ഈ ദൗത്യത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനും പദ്ധതികളുടെ നിർവഹണ മേൽനോട്ടത്തിനും പ്രത്യേകം വിഭാഗം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും. നമ്മുടെ നാടിന്റെ വികസനത്തിലും പദ്ധതി നിർവഹണത്തിലും ആവശ്യമാകുന്ന ഘട്ടത്തിൽ സമീപ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ചർച്ചകൾ നടത്തേണ്ടതും ഒരുമിച്ചുള്ള പ്രവർത്തനം നടത്തേണ്ടതുമാണെന്ന് ഈ ഭരണസമിതി വിലയിരുത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെയും സമീപ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വളർച്ചയ്ക്ക് ഇത്തരം നീക്കങ്ങൾ ഗുണം ചെയ്യും. 2047 ഭാരതം ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാകുമ്പോൾ
അതിൽ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും IT രംഗത്തുമൊക്കെ തന്നെ വലിയ സംഭാവനകൾ നൽകാൻ തിരുവനന്തപുരത്തിന് സാധിക്കണം. ഈ കോർപ്പറേഷനിലെ 101 വാർഡുകളെയും ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. അതിന് മുഴുവൻ ജനപ്രതിനിധികളുടെയും പിന്തുണ തേടുന്നു. ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് ഈ ചരിത്ര വിജയത്തിന് പിന്തുണ നൽകിയ തിരുവനന്തപുരം ജനതയ്ക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ തങ്കലിപികളായി എഴുതി ചേർത്ത സുദിനമാണെന്ന്. നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി സഭയുടെ മുൻപാകെ ഈ ദിവസം അവതരിപ്പിക്കുന്നത്. നാം മാറ്റത്തിന് തുടക്കമിട്ടവരാണ്. തലസ്ഥാന നഗരിയെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിന് ഒപ്പം നിന്നവരാണ് തിരുവനന്തപുരത്തെ ജനത. വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചപ്പോൾ അതിനായി വിധി എഴുതിയ ജനതയ്ക്ക് നല്ല ഭരണത്തിന്റെ മാതൃക നൽകാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് ഭരണസമിതി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രഥമ വർഷത്തെ ബഡ്ജറ്റ് രേഖയാണിത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തലസ്ഥാനത്തെത്തി നമ്മുടെ വികസന രേഖ ഏറ്റുവാങ്ങുമെന്ന പ്രഖ്യാപനം ഏവരും ആവേശപൂർവ്വം സ്വീകരിച്ചതാണ്. അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി നഗര വികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനവും നൽകി. തുടർന്ന് പ്രധാനമന്ത്രി കൗൺസിലർമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമുള്ളതാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രപരമായ മാറ്റത്തിനുള്ള സമയമാണിത്. അനന്തമായ വികസന സാധ്യതയുള്ള ഈ നഗരത്തിന്റെ വികസനം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ നഗരത്തിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അകമഴിഞ്ഞ സഹായം നഗരസഭയ്ക്ക് ലഭിക്കുമെന്നുറപ്പാണ്. അത് പൂർണ്ണമായും വിനിയോഗിച്ച് നഗര വികസനം വേഗത്തിലാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാന ലക്ഷ്യം. വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ 2ാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവെക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്ര വിഹിതമായി 150.94 കോടി രൂപയാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ PMAY 2ാം ഘട്ടം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. BJP തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കുന്നതിന് മുൻപേ പ്രഖ്യാപിച്ചതാണ് 2030 ആകുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരവും 2035 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച നഗരസഭ ആകുവാനുള്ള യാത്ര നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ VV രാജേഷ് ബഡ്ജറ്റ് അവതരണത്തിന് അവസാനം കുറിച്ചത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.